സഹപ്രവർത്തകരെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് വളരെ നല്ല ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും 1.5 വർഷത്തോളം നിങ്ങൾ വീട്ടിലായിരുന്നപ്പോൾ നിങ്ങളിലേക്ക് എങ്ങനെ ഓരോ കാര്യങ്ങളും അധ്യാപകരെത്തിക്കും, അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ മൊബൈൽ ഫോൺ എല്ലാ കുട്ടികൾക്കും സൗകര്യപ്പെടുത്തി കൊടുത്ത് അങ്ങനെ അതിലൂടെയാണ് അറിവുകൾ നിങ്ങളിൽ എത്തിച്ചത്. ഈ മൊബൈൽ ഫോണിന് ഒരുപാട് ഗുണങ്ങളുമുണ്ട്, ഒരുപാട് ദോഷങ്ങളുമുണ്ട്. ആ ദോഷവശങ്ങളെക്കുറിച്ചും അതിൻ്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും എല്ലാം വളരെ നന്നായിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ സാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. 3:30 മണിയാവും എൻ്റെ ക്ലാസ് തീരും. ഇരുന്നോളൂല്ലേ? ഇല്ലല്ലേ? ഇല്ല, ഞാൻ തമാശ പറഞ്ഞ ക്ലാസ് 3.5 മണിക്കൂറുണ്ട്. പക്ഷെ നിങ്ങളെ അത്ര സമയം പിടിച്ചു നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു 1.5 മണിക്കൂർ സമയം, 1.5 മണിക്കൂർ എന്നെ സഹിച്ചേ പറ്റുള്ളൂ. ഇത് യാതൊരു സംശയമൊക്കെ. കാര്യം ചൈൽഡ് ലൈനും നിങ്ങളുടെ ഏറ്റവും ബഹുമാന്യായ HMഉം മാനേജർ സാറും ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ ഈ ഒരു പ്രോഗ്രാമിന് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവമേറിയ ഒരു ടോപ്പിക്കാണ് സൈബർ മേഖലയുമായി ബന്ധപ്പെട്ട നമ്മളുടെ ഈ ഒരു നമ്മളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു ടെക്നോളജി ആയതുകൊണ്ട് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും മൊബൈൽ ഫോണും ലാപ്ടോപ്പും ടാബും സൈബർ സ്പേസും നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംവിധാനമായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനം. ഇത് ഒഴിവാക്കി നമുക്കൊരു ജീവിതമില്ല. അല്ലെങ്കിൽ പകരം ഒരു സംവിധാനം കണ്ടുപിടിക്കണം. അപ്പോൾ പകരം ഒരു സംവിധാനം കണ്ടുപിടിക്കുന്നത് വരെ നമ്മൾ എല്ലാവരും ഈ ടെക്നോളജി ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നേരത്തെ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ഇപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇന്നത്തേക്കോ നാളത്തേക്കോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ജീവിതകാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ ഈ സൈബർ സ്പേസുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും സംവിധാനങ്ങളും നിങ്ങൾ എത്ര കാലം ഉപയോഗിക്കുന്നു അത്രയും കാലം ഇത് ആവശ്യമുണ്ട്. അപ്പോൾ അത്രയും ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ ഞാൻ എത്രയോ കേട്ടതാണ്, ഇത് എത്രയോ പ്രാവശ്യം എന്തൊക്കെ പറഞ്ഞതാണ് എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിത പ്രയാണത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇവിടെ ഞാൻ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യം വരുമെന്നുള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ മുമ്പിൽ വരുന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഞാൻ കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ആലപ്പുഴ സൈബർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ 1 വർഷമായിട്ട് സൈബർ പോലീസ് സെല്ല് മാറിയിട്ട് സൈബർ പോലീസ് സ്റ്റേഷനായി. മുൻപ് സൈബർ സെല്ല് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 1 വർഷം വരെ ആയിട്ട് ഈ പോലീസ് സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഓരോ ജില്ലയിലും സൈബർ സെല്ല് മാറി സൈബർ പോലീസ് സ്റ്റേഷനായി. അങ്ങനെ ഇപ്പോൾ 1 വർഷമായിട്ട് സൈബർ പോലീസ് സ്റ്റേഷനാണ് ആലപ്പുഴ ജില്ലയിൽ. ഈ 8 വർഷമായിട്ട് തന്നെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോയി നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസിന്റെ ഒരു 90-95% ക്ലാസ്സുകളും കുട്ടികളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടി പോലും സൈബർ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ അവർ ഒരു കുറ്റവാളിയാക്കാൻ പാടില്ല, ഇരയാക്കാൻ പാടില്ല. നമ്മളുടെ ആഗ്രഹം അതാണ്. ഒരു കുട്ടി പോലും. അതിനും അപ്പുറത്ത് നമ്മളുടെ ഈ ക്ലാസ്സിൽ 150 കുട്ടികളെ ഈ ക്ലാസ്സിൽ പങ്കുകൊള്ളുന്നതിൽ ഒരു കുട്ടിയെ എങ്കിലും നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് കുറ്റകൃത്യത്തിൽ ഉൾപ്പെടാതെ മാറ്റി നിർത്താൻ പറ്റിയാൽ, ഇരയാക്കാതെ മാറ്റി നിർത്താൻ നമ്മുടെ ക്ലാസ് കൊണ്ട് കഴിഞ്ഞാൽ ആ ക്ലാസ് സക്സസ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഒരു 2-3 സ്ലൈഡുകൾ ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. ഇതൊരു സുഭാഷിതമാണ്. ദൂരെ പുറകിരിക്കുന്നവർക്ക് കാണാൻ പറ്റിയാൽ ഞാൻ വായിക്കാം. നജവ്രഹാര്യം നജ രാജകാര്യം ന പ്രാദുർഭാജ്യം നജഭാരകാരി വ്യയേ കൃതേ വർദ്ധത ഏവ നിത്യം വിദ്യാധനം സർവധന പ്രധാനം. പഠിക്കുന്ന കുട്ടികളായതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. കള്ളന്മാർക്ക് മോഷ്ടിക്കുവാനോ രാജാവിന് പിടിച്ചടക്കുവാനോ സാധ്യമല്ല. സഹോദരന് വീതം കൊടുക്കേണ്ട
നിത്യം ഉപയോഗിക്കും തോറും വർദ്ധിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ധനമാണ് വിദ്യാധനം. അച്ഛനും അമ്മയും ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സമ്പത്തും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയില്ല. നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകുന്ന ഒരു സാധനം നിങ്ങൾ ആർജിക്കുന്ന വിദ്യ, പഠിക്കുന്ന വിദ്യ ആയിരിക്കും. പഠനം 4 വിധത്തിലെന്നാണ്. എങ്ങനെയാ? ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ പാദം സബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണ ചാമ. ആചാര്യൻ നിങ്ങൾ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് പഠിക്കുന്നത് നിങ്ങൾ പഠനത്തിന്റെ 4/1 ആകുന്നുള്ളൂ. 4/1 നിങ്ങൾ സ്വയം പഠിക്കണം. 4/1 നിങ്ങളുടെ നല്ല കൂട്ടുകാരുമായി ചേർന്ന് പഠിക്കണം. 4/1 ജീവിത അനുഭവങ്ങളിലൂടെ പഠിക്കണം. അപ്പോൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ 4/1 ഉള്ളൂ എന്ന് എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക. പഠനത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്താൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ കോംപ്രമൈസ് ആകും. അപ്പോൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ IAS-കാരനോ IPS-കാരനോ ഡോക്ടറോ എഞ്ചിനീയറോ വിക്രമസാരമായി സ്പേസ് നിങ്ങൾ ചെയർമാനോ സാറിനെ പോലെ അതിന്റെ തലപ്പത്ത് IAS ചെയർമാൻ അത്ര ഏത് ഉന്നത പദവിയിൽ പദവി നിങ്ങൾ എത്തിയാലും നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും മാർക്ക് ഒരിടത്തെ ചോദിക്കില്ല. പക്ഷെ 10ാം ക്ലാസ്സിൽ മാർക്ക് ചോദിക്കുന്ന ഒരു ഭാഗമുള്ളത് 11ാം ക്ലാസ്സിലേക്ക് അഡ്മിഷന് ചോദിക്കും. 10ാം ക്ലാസ്സിൽ മാർക്ക് 12ാം ക്ലാസ്സിൽ മാർക്ക് എപ്പോൾ ചോദിക്കും? ഡിഗ്രിക്ക് പഠിക്കാൻ ചോദിക്കും. ഈ 2 സമയത്ത് മാത്രമേ ഈ 10ലെ 12ലെ മാർക്ക് ചോദിക്കൂ. ജീവിതകാലത്ത് നിങ്ങൾ ഏത് IAS-കാരനായാലും IPS-കാരിയായാലും ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും നിങ്ങൾക്ക് ഈ മാർക്ക് ചോദിക്കുകയില്ല. പക്ഷെ ഇത് രണ്ടും ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ നാഴികക്കല്ലുകളാണ്. 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞാൽ, ഒരു മാർക്ക് നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് കുറഞ്ഞാൽ 10,000 റാങ്കിലാണ് നിങ്ങൾ പോകും. അതായത് മൊബൈൽ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്ത സാധനങ്ങളെ തിരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ സ്വകാര്യമായിട്ട് എടുത്ത ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്തു എനിക്ക് ബോധ്യമുള്ള ഫോട്ടോ ഒരു പക്ഷേ പിറ്റേ ദിവസം വാട്സാപ്പിനകത്തൂടെ ലോകം മുഴുവൻ കാണും. അല്ലെങ്കിൽ ഈ ഫോട്ടോ വെച്ചുകൊണ്ട് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും. അപ്പോൾ ഇതേപോലെ സഭ്യതയ്ക്ക് നിരക്കാത്ത ഒറ്റ വാക്യമുള്ളൂ, സഭ്യതയ്ക്ക് നിരക്കാത്ത ഒരൊറ്റ സാധനവും നമ്മളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടാകാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. കാര്യം 100 കണക്കിന് പടങ്ങൾ ഇതിനകത്തുള്ള അപകടം എവിടെയാണെന്ന് ചോദിച്ചാൽ കേസെടുക്കാൻ വരുന്ന പോലീസുകാരന് കൂടെ ഇരുന്ന് കഴിയാനേ പറ്റൂ, കൗൺസിൽ ചെയ്യാൻ വരുന്നവർക്ക് കൂടെ ഇരുന്ന് കഴിയാനേ പറ്റൂ, അച്ഛനും അമ്മയ്ക്കും കൂടെ ഇരുന്ന് കഴിയാനേ പറ്റൂ. അനുഭവിക്കേണ്ടി വരുന്ന മാനസിക വ്യത അവനവൻ തന്നെ അനുഭവിക്കണം. 100 കണക്കിന് കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിരുന്ന് അവർ കരഞ്ഞ് തളരുന്നത് നമ്മൾ കണ്ടെത്തുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ആ കാഴ്ച ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ കരഞ്ഞു തീർക്കേണ്ട തലത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഒറ്റ പ്രാവശ്യം നോയിൽ എടുക്കുന്ന ഒരർത്ഥ തീരുമാനം മതി. അപ്പോൾ ഡിജിറ്റൽ ഫുട് പ്രിന്റ് അത്രയും അപകടം പിടിച്ചതാണ് എന്ന് ഓർമ്മ വയ്ക്കുക.